ഇന്ന് കഴിച്ച രാവിലത്തെ ചായപ്പൊടിയിലെ ഒരു പൊടി ഹറാമുണ്ടെങ്കിൽ 40 ദിവസം അങ്ങോട്ട്, ഇന്ന് 8-ാം തീയതിയാണെങ്കിൽ അടുത്ത ജനുവരി 8 മാത്രമല്ല, ജനുവരി 18 വരെ 40 ദിവസത്തിന്റെ അടക്കം മരിച്ചാൽ പോലും ഒരു മലക്ക് നമ്മളെ തിരിഞ്ഞു നോക്കൂല, ഒരു മലക്ക് നമ്മളെ കൊണ്ടുപോകാൻ വരൂല. കാരണം അല്ലാഹു വാനലോകത്ത് നിന്ന് പറയും, ആക്കിലു റിബാ വ ആക്കിലുൽ ഹറാം, ഹറാം തിന്നു കൊയ്ത്ത ബോഡിയാണത്, ശരീരമാണത്, അത് അള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ നമ്മക്കൊക്കെ ഹലാല. പണയം വെക്കൽ ഹലാല്, ലോൺ എടുക്കൽ ഹലാല്, വട്ടിപ്പലിശക്ക് വാങ്ങൽ ഹലാല്, ആൾക്കാർക്ക് എന്തെങ്കിലും വിളിച്ചെടുക്കൽ ഹലാല്, കൈക്കൂലി ഹലാല്. ആരെ കൊന്നിട്ടാണെങ്കിലും പൈസ കിട്ടിയാ മതി. വീടിന്റെ മോടി കൂട്ടുമ്പോ ചോദിക്കാറുണ്ടോ ഈ പണം എവിടുന്നാന്ന്? ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് വീട്ടിക്ക് സാധനം വാങ്ങിക്കൊണ്ടുവരുമ്പോ ചോദിക്കാറുണ്ടോ ഉമ്മാരെ ഇത് എവിടുന്നാന്ന്? മക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് കിടപ്പാടം പണയപ്പെടുത്തിയിട്ട് മക്കൾക്ക് 50 പവൻ വാങ്ങിക്കൊടുക്കുമ്പോ ചെയ്യുന്ന പാതകം എന്താണെന്നറിയോ? മോളെ തീറ്റിക്ക മാത്രല്ല, മോളെ കെട്ടിയതിന്റെ പേരിൽ കെട്ടിയോനെ പോലും നരകത്തിലേക്ക് തള്ളിവിടുന്ന ആ ദുരിതം ചോദിച്ചു വാങ്ങുന്ന വാപ്പാര്, ചോദിച്ചു വാങ്ങുന്ന മക്കള്, എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. മരിച്ചു കിടക്കുമ്പോ അള്ളാനെ കണ്ടുമുട്ടുമ്പോ പറയാൻ പറ്റണം, നാഥാ നീ സൂക്ഷിക്കാൻ പറഞ്ഞതുപോലെ ഹറാമായ ഒരൊറ്റ വറ്റ്, ഒരു തുള്ളി വെള്ളം നിന്റെ ശരീരത്ത് കയറിയിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിലാ. അതുകൊണ്ടാ മദീനത്തെ തെരുവിൽ ബോധം കെട്ടു വീണ സഹാബത്ത്, നമസ്കരിക്കുന്നതിനിടയിൽ ബോധം കെട്ടു വീണ സഹാബത്തിനോട് റസൂൽ ചോദിച്ചു, എന്തേ? അവർ പറഞ്ഞു, പട്ടിണി കൊണ്ടാ നബിയെ. എന്നിട്ടും അവർ പള്ളിക്ക് വരാതിരുന്നിട്ടില്ല. പട്ടിണിയും പരിവട്ടവും കൊണ്ട് കണ്ണീരാകുമ്പോ അവർ വീണ്ടും പള്ളിയിൽ വന്നു. ആയത്ത് കേട്ടപ്പോൾ നെഞ്ചു പൊട്ടിയിട്ട് അവർ കരഞ്ഞു വീഴാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞു, അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളാ യഥാർത്ഥ ദാസന്മാർ. നമ്മളുടെ ജീവിതത്തിൽ നിസ്കാരവും നോമ്പും ഒക്കെ ക്ലിയറാ, പക്ഷെ തിന്നുന്നത് ഹറാമോ ഹലാലോ എന്ന് ഇന്ന് വരെ വേർതിരിച്ചിട്ടില്ല. എവിടെന്നെങ്കിലും കിട്ടണം, കാര്യം നടക്കണം, അത് ഉഷാറായി ജോറായിട്ട് കൊണ്ടുനടക്കണം. അതുകൊണ്ടാണല്ലോ കള്ളത്തരങ്ങൾ കൂടിയതും, അതുകൊണ്ടാണല്ലോ ഇന്ന് പാവപ്പെട്ടവന്റെ സമ്പത്തിനും അഭിമാനത്തിനും വിലയില്ലാതായതും. ഒരു പാവപ്പെട്ട മനുഷ്യൻ വീടുണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരൊക്കെ കാലു പിടിക്കണോ? പിടിച്ചാലും പോരാ, അത് വിചാരിച്ച മാതിരിയാവണമെങ്കിൽ അള്ളാന്റെ സഹായവും നാട്ടുകാരെ സപ്പോർട്ടും വേണം. കല്ലിലും മാലിന്യം, അഥവാ കല്ലിലും ഇറക്കുന്ന മണലിലും മുതൽ എല്ലാറ്റിലും വഞ്ചന. ഇടയാളന്മാരായി കമ്മീഷൻ പറ്റുന്നവര് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവങ്ങൾ കേട്ടവരാ. പാവപ്പെട്ടൊരുത്തന്റെ വീട് 18 കൊല്ലം വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ വന്ന് വീടുണ്ടാക്കിയ മെയിൻ വാർപ്പിന്റെ അന്ന് കുത്തിപ്പൊളിഞ്ഞു വീണു വീട്. ആ വീട്ടിന്റെ നടുത്തളത്തിലിരുന്ന് നെഞ്ചു പൊട്ടിയിട്ട് ആ വാപ്പയും 3 പെൺകുട്ടികളും ആ ഉമ്മയും കരയുമ്പോണ്ടല്ലോ, പരിശോധിക്കാൻ വന്ന ഭൗമശാസ്ത്രക്കാരും ഗോളശാസ്ത്രക്കാരും പരിശോധിച്ച് വിവരം പറഞ്ഞത് 13.5 ഇഞ്ച് വെട്ടേണ്ട കല്ല് 11.25 ഇഞ്ച് വെട്ടിക്കുണ്ട കൊടുത്തു. എന്നിട്ട് 13 ഇഞ്ചിന്റെ കൂലിയും വാങ്ങി പോവണ്ടിയും പോയി. നട്ടപ്പാതിര നേരത്ത് വെള്ളമൊഴിച്ചൊരു ലോറിയുമായി വന്ന് ഇപ്പം മുറുക്കിയെടുത്ത മണലാണെന്നും പറഞ്ഞ് മുറ്റത്തിറക്കിപ്പോയ മണല് പിറ്റേന്ന് വെയിലുകൊണ്ട് വെള്ളം പറ്റിയപ്പോഴേക്കും വെള്ളപ്പൊടിയായി. മറ്റതൊന്ന് വാങ്ങാൻ കെൽപ്പില്ലാത്ത പാവപ്പെട്ട മനുഷ്യൻ അത് മിക്സ് ചെയ്ത് വീട് കെട്ടിയുണ്ടാക്കി. ആദ്യത്തെ അഥവാ 70 ചാക്ക് തീരുന്ന അതേ സെക്കൻഡിൽ കുത്തിപ്പൊളിഞ്ഞു വീണ് അതിന്റെ മുൻപിൽ കടന്ന് കണ്ണീര് പൊഴിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യരെ ഇടയാളന്മാരായും കമ്മീഷൻ പറ്റിയും വാങ്ങിത്തുന്നതൊക്കെ നരകത്തിന്റെ തീജ്വാലയാ. പരസ്പര വിശ്വാസമില്ലാതായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കൂടിയതും. ആരാന്റെ ആമാശയം കത്തിപ്പോയാലും നമുക്ക് ലാഭം കിട്ടണം. ചീറിപ്പാഞ്ഞതും പൊട്ടിത്തെറിച്ചതും കുത്തിപ്പൊരിച്ചതും ഉണക്കിപ്പൊരിച്ചതും കുയ്യിലിട്ട് മാട്ടിയതും മന്തിയായിട്ടും ആൾക്കാരുടെ ആമാശയം നശിപ്പിക്കുന്ന ഭക്ഷണം വിളംബരം ചെയ്യുന്നവന്റെ മുൻപിൽ ഒന്നേ ഉള്ളൂ, പണം കിട്ടണം, ലാഭാവണം. ഈ വലിയ ലോകം 2 വാക്കിലേക്ക് ഒതുങ്ങി, ലാഭം. ആ ലാഭം എവിടുന്ന് കിട്ടുന്നോ അവിടേക്ക് മനുഷ്യൻ ഓടാനും തുടങ്ങി. എല്ലാറ്റിലും ആ സമ്പാദിക്കുന്നത് ഒരു ഇഞ്ച്, ഒരു സെക്കൻഡ് എങ്ങാനും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, ഈ ശരീരത്തിൽ ഓടുന്ന രക്തത്തിലെങ്ങാനും ഒരു നിമിഷം ആ ഹറാമ് കയറിയാൽ പിന്നെ അള്ളാഹ്ക്ക് നമ്മളെ വേണ്ട, നമ്മളെ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. നമ്മളെ ഈ ജോറായ ഈമാനിന്റെ രൂപമൊന്നും പടച്ചോൻ ആവശ്യമല്ല. ഇത്തൊക്കിൽ മഹാരിം, ഇത് ഹറാമാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റും ആ വിഷയത്തിൽ ഉണ്ടാവരുത്. അത് അഹന്തയായാലും അഹങ്കാരമായാലും, അത് കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിലാണെങ്കിലും. അല്ലേ, അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, കുടുംബ ബന്ധം മുറിക്കൽ ഹറാമാ. ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉർ റഹിമ. കുടുംബ ബന്ധം മുറിക്കുന്നവർ അള്ളാന്റെ സ്വർഗത്തിലില്ല. ഈ ഇരിക്കുന്ന സദസ്സിൽ ഇത്രയും ആളുകളിൽപ്പെട്ട ആളുകളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഒരു കാര്യം പറഞ്ഞ അങ്ങക്കിന്നോട് ദേഷ്യം വരും. എന്താ? ഈ കൂട്ടത്തിലെ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവർ എങ്ങനെ ദുനിയാവിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ
ബന്ധം മുറിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, മകനോട്, മകളോട്, വാപ്പാനോട്, ഉമ്മായോട്, ഭർത്താവിന്റെ ഉമ്മയോട്, വാപ്പയോട്, മകളെ കെട്ടിയ വീട്ടുകാരോട്, വേലിക്കപ്പുറത്തുള്ള അയൽവാസികളോട്, ആരോടെങ്കിലും മനസ്സിൽ അലോഗ്യം കൊണ്ട് നടക്കുന്ന, ശത്രുത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എണീറ്റ് പോടോ, എഴുന്നേറ്റ് പോ. 3 തവണ മദീനത്തെ പള്ളിയിൽ നിന്ന് തിരുദൂതൻ അത് പറഞ്ഞപ്പം സഹാബാക്കൾ ചോദിച്ചു, നബിയെ, മദീനത്തെ പള്ളിയിൽ മൂത്രമൊഴിച്ച അറാബിയോട് പോലും റസൂലുള്ള ദേഷ്യപ്പെട്ടിട്ടില്ല. മൂത്രമൊഴിച്ച് എഴുന്നേറ്റ് നടക്കുന്ന അറാബിയെ നോക്കാതെ റസൂൽ പറഞ്ഞത് അവൻ മൂത്രമൊഴിച്ച ഭാഗത്ത് വെള്ളമൊഴിക്കാനാ. അത്ര പോലും കാരുണ്യം കാണിച്ച റസൂലെ, അള്ളാന്റെ പള്ളിയിൽ നിന്നും എണീറ്റ് പോകാൻ പറയാൻ എന്താ അവകാശം? അള്ളാന്റെ തിരുദൂതൻ കണ്ണ് നിറഞ്ഞിരിക്കുമ്പോൾ ഇബ്നു മസ്ഊദ് എന്ന സഹാബി അരികിൽ നിന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദുനിയാവിന്റെയും ദീനിന്റെയും വിഷയത്തിൽ തമ്മിൽ തല്ലുന്ന, തമ്മിൽ തെറ്റിയ, അലോഗ്യത്തിൽ നടക്കുന്ന, കുടുംബ ബന്ധം നശിപ്പിക്കുന്ന ആരെങ്കിലും ഇരിക്കുന്ന സദസ്സുണ്ടെങ്കിൽ ആ സദസ് അല്ലാഹു തആല വെറുത്തു തുടങ്ങും. ആ സദസ്സിന് അല്ല കൊടുക്കാൻ ഉദ്ദേശിച്ച ബർക്കത്ത് തടയും. അതുകൊണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയെ മക്കയിൽ കാല് വെച്ച് തള്ളിയിട്ട് ചുട്ടുപഴുത്ത മരുഭൂമിയിൽ മുഖം കുത്തിക്കിടക്കുമ്പോ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കഴുത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ശ്വാസം കിട്ടാതെ മണലിൽ മുഖം കുത്തിക്കിടക്കുന്ന റസൂലുള്ളാനെ കണ്ട് അന്ന് ശത്രുക്കൾക്ക് പോലും ചിലർക്ക് സങ്കടം തോന്നി. അത് മാറ്റിക്കൊടുക്കാൻ വേണ്ടി മുൻപോട്ട് കാല് വെച്ചപ്പം അബൂജഹൽ പറഞ്ഞു, ആരാണോ മാറ്റുന്നത് അവന്റെ കയ്യും കാലും ഞാൻ വെട്ടും. മിനിറ്റുകളോളം ശ്വാസം കിട്ടാതെ കിടക്കുന്ന റസൂലുള്ളാനെ പറ്റി അറിഞ്ഞ മകള് ഫാത്തിമ ബീവി ഓടിക്കതച്ച് വന്ന് വാപ്പാന്റെ തോളത്ത് നിന്ന് ആ കുടല് നീക്കം ചെയ്യുന്ന സെക്കൻഡ് വരെ അള്ളാന്റെ റസൂല് ശ്വാസം കിട്ടാതെ പടഞ്ഞതാ. എന്നിട്ടും അള്ളാന്റെ തിരുദൂതൻ എഴുന്നേറ്റ് നടക്കുമ്പം ചിരിക്കുന്ന ശത്രുക്കളായ കുടുംബക്കാരെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്താണെന്നറിയോ? ബനൂ ഹാഷിം കുടുംബമേ, ഖുറൈശ് കുടുംബമേ, നിങ്ങൾ എന്തിനാ എന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? കുടുംബ ബന്ധം മുറിച്ചോ? ഹിറാ ഗുഹയിൽ നിന്നും ദിവ്യ സന്ദേശം കിട്ടി പേടിച്ചരണ്ട് ഉമ്മ ഖദീജ ബീവി, നമ്മുടെ ഉമ്മ ഖദീജ ബീവിയുടെ മടിയിൽ അള്ളാന്റെ റസൂല് തലവെച്ച് കിടക്കുമ്പോ ഖദീജ ബീവി പറയുന്ന ഒരു വാക്കുണ്ട്, മുഹമ്മദേ നബിയെ, ഒരിക്കലും അല്ല താങ്കളെ കൈവിടില്ല. എന്തേ കാരണം? താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാ. താങ്കളോട് പിണങ്ങുന്നവരോട് പോലും കുടുംബ ബന്ധം ചേർക്കുന്നവനാ. ആളും തരവും നോക്കാതെ സ്നേഹിക്കുന്നവനാ. തറവാടുള്ളവനെയും ഇല്ലാത്തവനെയും, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരെയും ഇല്ലാത്തവരെയും ഒരേപോലെ കാണുന്ന മുഹമ്മദേ, താങ്കളെ അല്ലാഹു തആല ഒരിക്കലും കൈവിടില്ല എന്ന് പറയുന്ന ആ അഭിമാനബോധമുണ്ടല്ലോ, അതാ വിശ്വാസിന്റെ ശ്രേഷ്ഠത. പക്ഷെ ഇന്ന് നമ്മൾക്കിടയിലോ സകലരും പിണക്കില്ല. ഈ കൂട്ടത്തിലൂലെ പലരും പലരോടും പിണങ്ങിയവര്, ഉമ്മാനോട്, വാപ്പാനോട്, മകളെ കെട്ടിയ വീട്ടുകാരോട്, മോൻ കെട്ടിയ വീട്ടുകാരോട്, വേലിക്കപ്പുറത്തുള്ളവരോട് തെറ്റാൻ വലിയ കാരണം വേണ്ട. നമുക്ക് ഏത് നിമിഷവും അവസാനിച്ചു പോയേക്കാവുന്ന ദുനിയാവിലെ ഒരു പുഴുക്കൊടിയുടെ ആയുസ് പോലും ഇല്ലാത്ത നമുക്ക് അഹങ്കാരം. ലോകത്തിന്റെ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, മനുഷ്യരെ, അല്ല പൊറുക്കുന്നില്ലേ നിങ്ങളോട്? നട്ടപ്പാതിര നേരത്ത് 12 മണി വരെ കാണരുതേ എന്ന് പറഞ്ഞ തോന്നിവാസം കണ്ടു കടന്നിട്ടും വയറിലേക്ക് നിങ്ങൾ കഴിച്ച ഭക്ഷണം നിങ്ങൾ ഉറങ്ങിയാലും ആമാശയം ദഹിപ്പിക്കുന്നില്ലേ പടച്ചോൻ? ഈ ആമാശയം എങ്ങാനും 1 മണിക്കൂർ നിന്നുപോയാൽ തീർന്നു നമ്മളെ പവർ, അതോടെ തീരും നമ്മളെ പത്രാസ്. എന്നിട്ടും കിടന്നുറങ്ങിയാൽ പോലും ആമാശയത്തെ ഉറക്കാതെ ദഹിപ്പിക്കുന്നത് കൊണ്ട് പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ബാത്റൂമിൽ പോകാനും ചായ കുടിക്കാനും നമ്മളെ ശരീരം പാകപ്പെടുന്നത്. വ്യത്യസ്തത നിറഞ്ഞ ഇത്തരം പ്രഭാഷണങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഇസ്ലാമിക് സ്പീച്ച് എന്ന ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക.